1831 ആരംഭിച്ച ചരിത്ര പ്രാധാന്യമുള്ള പുത്തൻപീടിക ഇടവകയുടെ ചരിത്രപരമായ എല്ലാ ഓർമ്മകളും ശേഖരിച്ചുകൊണ്ട് നല്ല ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ചരിത്രം നഷ്ടപ്പെട്ട സംസ്കാരങ്ങളെല്ലാം നശിച്ചു പോകുന്നു. ഇന്ന് എല്ലാ മേഖലയിലും മറവി രോഗം പരന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചരിത്രത്തിനും സംസ്കാരത്തിലേക്കും അത് പടർന്ന് പന്തലിച്ചാൽ അതൊരു സംസ്കാരത്തിൻ്റെ തന്നെ ഒരു സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ അന്ത്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ അർത്ഥത്തിൽ വളരെ പഴക്കം ചെന്ന വിശ്വാസികളുടെ സമൂഹമായ ഈ പുത്തൻപീടികയിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചരിത്രം സംരക്ഷിക്കപ്പെടേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പണ്ട് അപ്പാപ്പന്മാരും അമ്മാവന്മാരും ഒരുമിച്ച് കൂട്ടുകുടുംബമായി താമസിച്ചിരുന്നപ്പോൾ ഓർമ്മകൾ കൈമാറ്റം ചെയ്യപ്പെടുക എളുപ്പമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളുടെ അണുകുടുംബങ്ങളും പല ജോലി സംബന്ധമായി പല സ്ഥലങ്ങളിലേക്ക് കുടിയേറുന്നവരും ഒക്കെയായി പുത്തൻപീടിക ഈ പ്രദേശത്തുള്ള കുടുംബങ്ങൾ തന്നെ പല സ്ഥലങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയാണ്. ഈ ഇടവകയിൽ നിന്നും മറ്റ് പല ഇടവകളും ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം ഈ ചരിത്രത്തിൻ്റെ ഉറവിടമായ അവിടെയെല്ലാം ചരിത്രത്തിൻ്റെ ഉറവിടമായ പുത്തൻപീടികയുടെ ചരിത്രം സൂക്ഷിക്കപ്പെടുന്നതിന് പുതിയ തലമുറയ്ക്ക് കൈമാറുന്നതിന് നടത്തുന്ന ഈ സംരംഭത്തിന് എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാൽ ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു. ഹൃദയ തമ്പുരുമീട്ടി ഞാൻ നന്ദിയേകുന്നു, നന്ദിയേകുന്നു, നന്ദിയേകുന്നു. എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാൽ. അമ്പതാം പത്താറ് കാലത്തിൽ ഞാൻ പീടികയോട് തുടങ്ങിയിട്ടുണ്ട്, ചന്തയിൽ തുണിപ്പീടിക. അതിനുശേഷം കണ്ടമാനം ചരക്കുകളും പുള്ളിയിൽ നിന്നൊക്കെ ഇവിടെയാണ് സാധനങ്ങൾ വരാറ്. ഒരുപാട് പീടികകളുണ്ടായിരുന്നു. ഒരുപാടെന്ന് വെച്ചാൽ എല്ലാ പലചരക്കും സ്റ്റേഷനറി എല്ലാ സാധനത്തും പല പീടികകളും ഉണ്ടായിരുന്നു. മരക്കച്ചവടം ഉണ്ടായിരുന്നു, കരിയിലിടവുണ്ടായിരുന്നു, പല ബിസിനസ്സുകളുണ്ടായിരുന്നു. ഇതിൽ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എൻ്റെ പേര് സിസ്റ്റർ ഗ്ലോറിയ. ഞാൻ 1956 നമ്മുടെ പുത്തൻപീടികയിൽ നിന്ന് മിഷണറിയായി വടക്കേ ഇന്ത്യയിലേക്ക് പോയി. ഇവിടുത്തെ അച്ഛൻ ഫാദർ അഗസ്റ്റിൻ തട്ടിലാണ് എന്നെ കൽക്കട്ടയിലേക്ക് പറഞ്ഞയച്ചത് മിഷണറി. നമ്മുടെ ഇടവകയിൽ നിന്ന് 18 പേരുപോളം സിസ്റ്റേഴ്സ് അവിടെയുണ്ട്.
പല സ്ഥലങ്ങളിലായി ഞങ്ങൾ ജോലി ചെയ്യുന്നു ഇപ്പോൾ. സോ എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി. പുത്തൻപീടിക ദേവാലയത്തെയും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെയും കുറിച്ച് പറയുകയാണെങ്കിൽ AD 52 ക്രിസ്തുശിഷ്യനായ തോമാസ് ലീഗ കേരളത്തിൽ വരികയും തുടർന്ന് ഈ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് പാലയൂർ ഒരു സമൂഹം സ്ഥാപിക്കുകയും ചെയ്തു. ആ സമൂഹം അവിടെ നിന്ന് വളർന്നു വന്ന് സമീപ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ച് പിന്നീട് മറ്റം, ഏനാമാവ്, വടക്കൻ പുതുക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൂടെ വ്യാപിച്ചു വന്നെങ്കിലും പിന്നീട് നടന്ന പല പടയോട്ടങ്ങളിൽ ഉൾപ്പെട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട ഒരു വിഭാഗമാണ് പുത്തൻപീടിക, വഴുവിൽ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. അന്ന് കൃഷിയിൽ കൂടുതൽ താല്പര്യമുണ്ടായിരുന്നവർ വഴുവിൽ ഭാഗത്തും കച്ചവടത്തിൽ താല്പര്യമുണ്ടായിരുന്നവർ പുത്തൻപീടികയിലുമായിട്ടാണ് താമസിക്കാൻ ആരംഭിച്ചത്. പിന്നീട് അവിടെ നിന്ന് പുത്തൻപീടിക ഏകദേശം 1750 പുത്തൻപീടികയിൽ ഒരു കുരിശുപള്ളി ഉണ്ടായിരുന്നതായിട്ടാണ് പഴമക്കാർ പറഞ്ഞു വരുന്നത്. 1831 പുതിയൊരു ദേവാലയം ഇവിടെ പണിതുയർത്തുവാൻ ഈ സമൂഹത്തിന് സാധിച്ചു. അങ്ങനെ 1831 ആഗസ്റ്റ് മാസത്തോടുകൂടി അന്നത്തെ ഗോവയിലെ ഗവർണർ, അതിൻ്റെ കീഴിലായിരുന്നു അന്ന് കേരളത്തിലെ സഭ പ്രവർത്തിച്ചിരുന്നത്, ഇതിനുള്ള അനുവാദം ലഭിക്കുകയും ഒരു പുതിയ ഇടവകയായി പുത്തൻപീടിക പ്രഖ്യാപിക്കുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിലേക്ക് ആരംഭിക്കുന്നതോടുകൂടി പള്ളിക്ക് ഒരുപാട് കടബാധ്യതകൾ വന്നതായിട്ട് ചരിത്രരേഖകൾ കാണുന്നുണ്ട്. അങ്ങനെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന വെള്ളിക്കുരിശുകൾ പണയം വെച്ച് തിരുനാളുകൾ നടത്തേണ്ട ഒരു സ്ഥിതി വരെ അന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നീട് അല്പാൽപമായിട്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു വരികയും പള്ളിയിൽ പലതരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു. 1912 ആയപ്പോഴേക്കും വിദേശ ശില്പികളെ വരുത്തി ഇന്ന് ഈ ദേവാലയത്തിൽ കാണുന്ന ഏർത്താഴിയുടെ പുറകിൽ കാണുന്ന കൊത്തുപണികളോടുകൂടിയ അത് മരത്തിൽ കൊത്തിയെടുത്ത ഈ രൂപങ്ങളും ഇതെല്ലാം വരച്ചത് ഈ 12 മുതൽ 19 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ്. അതിന് നേതൃത്വം കൊടുത്തത് അന്ന് വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട വാഴപ്പള്ളി ദേവശേഷനാണ്. അദ്ദേഹം 42 വരെ, 1912 മുതൽ 42 വരെയുള്ള 30 വർഷക്കാലത്തിനിടയ്ക്ക് 20 വർഷത്തോളം ഇവിടെ വികാരിയായിട്ടുണ്ട്. അത് 3 കാലഘട്ടങ്ങളിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. അന്ന് ഈ ദേവാലയത്തിൻ്റെ മനോഹരമായ മുഖവാരവും നടപ്പരയും ഉണ്ടാക്കുകയുണ്ടായി. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് അന്ന് കണ്ടിരുന്നത് ഈ നടപ്പരയുടെ മുകളിലായിട്ട് മുഖവാരത്തിൻ്റെ ഒരു പ്രത്യേക ദ്വാരം പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഈ എല്ലാ വർഷവും വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ജൂൺ 13-ാം തീയതി അന്നേ ദിവസം കുർബാനയുടെ സമയത്ത് സൂര്യപ്രകാശം നേരിട്ട് വിശുദ്ധ അന്തോണീസിൻ്റെ രൂപത്തിൽ പതിക്കുന്ന തരത്തിലായിരുന്നു അവരന്ന് സജ്ജീകരിച്ചു. 2006 ആയപ്പോഴേക്കും ഒരു 175 വർഷം പൂർത്തിയാക്കുകയായിരുന്നു നമ്മുടെ ദേവാലയം. അപ്പോൾ അതോടനുബന്ധിച്ച് അതിനു മുമ്പ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന തിരുഹൃദയ കപ്പേളയെ നവീകരിച്ച് മംഗളാലയമാക്കി. അതുപോലെ മംഗളമാതാവിൻ്റെ പ്രത്യേക ഭക്തി അവിടെ ആരംഭിക്കുകയും ചെയ്തു. ഫാദർ അഗസ്റ്റിൻ മംഗലം വികാരിയുടെ കാലത്താണ് മംഗളമാതാവിനുള്ള പ്രത്യേക ഭക്തി ആരംഭിക്കുന്നത്. അന്ന് ഇടവകയിലുണ്ടായിരുന്ന പല ദുരന്തങ്ങളും ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ മാതാവിനോടൊരു പ്രത്യേക ഭക്തിയാണ് ഇതിനുള്ള പരിഹാരം എന്നുള്ള നിലയിൽ കണ്ടെത്തുകയും അങ്ങനെ മാതാവിൻ്റെ മുന്നിൽ ജപമാല അർപ്പിക്കുന്ന ഒരു രീതി അന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു. അതിന് ശേഷം ആ വർഷം മുതൽ നമ്മുടെ ഈ മാതാവിൻ്റെ ഒരു ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്ന ഒരു പതിവ് ഇവിടെ ആരംഭിച്ചു. അതിന് ഇന്ന് വളരെയധികം ജനങ്ങൾ ഏറ്റവും അധികം സഹകരിക്കുന്ന ഒന്നായിട്ടാണ് അത് മാറിയിട്ടുള്ളത്. ഇന്ന് എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ ഒക്ടോബർ മാസം മുഴുവൻ അഖണ്ഡ ജപമാല നടക്കുന്നു. അത് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുള്ള അഖണ്ഡ ജപമാലയാണ് നടക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് ജപമാല റാലിയോട് കൂടിയാണ് അത് സമാപിക്കുന്നത്. അങ്ങനെ ഇന്ന് ആ മാതാവിൻ്റെ ഭക്തി മറ്റെങ്ങുമില്ലാത്ത വിധത്തിൽ വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ച് അതിൻ്റെ പരിസമാപ്തി എന്നുള്ള നിലയിൽ ഊട്ടുപെരുന്നാളും എല്ലാമായിട്ടാണ് ഇന്ന് നടക്കുന്നത്.
തിരുശേഷിപ്പ് ഇവിടെ ഉണ്ട് എന്നുള്ളത്. തൃശ്ശൂർ അതിർത്തിയിൽ തന്നെ മറ്റൊരിടത്തുമില്ലാത്ത ഒന്നാണ് വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ്. ഇവിടെ 1946 ഈ തിരുശേഷിപ്പ് നമുക്ക് ലഭിക്കുന്നത്. അതിനു മുമ്പ് 45 വർഷത്തിലാണ് ഇടവകയിൽ പല തരത്തിലുള്ള ചില സംഘർഷങ്ങൾ ഉണ്ടാകുകയും പള്ളി യോഗം നടത്താൻ സാധിക്കാത്തൊരു സ്ഥിതി വരികയും ചെയ്ത അവസരത്തിൽ അന്ന് ആലപ്പാട്ട് ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ ഇവിടെ ഒരു താൽക്കാലിക വികാരിയായി വന്ന് ഇവിടെ സമാധാനം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹമാണ് പിന്നീട് തൃശ്ശൂർ രൂപത മെത്രാനായി ജോർജ് ആലപ്പാട്ട് കൈമാറിയത്. അദ്ദേഹം ബിഷപ്പായതിനു ശേഷം റോമിൽ പോയി വന്ന അവസരത്തിൽ അവിടെ നിന്ന് വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ് കൊണ്ടുവരികയും പുത്തൻപീടികയിൽ അദ്ദേഹം വികാരിയായിരുന്നതിൻ്റെ ആ ഒരു സ്നേഹ സമ്മാനമായിട്ട് പുത്തൻപീടികക്കാർക്ക് ആ തിരുശേഷിപ്പ് നൽകുകയും ചെയ്തു. ഇന്ന് തൃശ്ശൂർ രൂപതയിൽ ഇവിടെ മാത്രമേ ഇതുള്ളൂ. ഏറ്റവും പൂജ്യമായ ഈ തിരുശേഷിപ്പ് വർഷങ്ങളോളം ഇതെന്താണെങ്കിൽ അകത്ത് സേഫിൽ വെച്ച് കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നത് എല്ലാ സമയവും എല്ലാവർക്കും വണങ്ങാവുന്ന രീതിയിൽ പരസ്യമായിട്ടുള്ള വണക്കത്തിന് വെച്ചിട്ടുണ്ട്. ഇത് പുത്തൻപീടികയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് എന്നുള്ളത് ഇത്തരത്തിൽ തോന്നുന്നു. പുത്തൻപീടിക പള്ളിയെ സംബന്ധിച്ചിടത്തോളം പുത്തൻപീടിയെ സംബന്ധിച്ചും അന്ന് കൊച്ചി രാജ്യത്തിൽ വളരെ പ്രസിദ്ധി ആർജിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട്. അന്ന് അപ്പന്തപ്പരൻ്റെ പുസ്തകത്തിൽ ഇവിടുത്തെ പറയുന്നുണ്ട്, പുത്തൻപീടിയെ കർത്താക്കൾ അന്ന് കൊച്ചി രാജാവിന് ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്ന ഒരു വിഭാഗമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പുത്തൻപീടിക എന്നുള്ളതിക്ക് അന്ന് തന്നെ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കാം. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് കൊച്ചി മഹാരാജാവ് 1936 പുത്തൻപീടിയെ പള്ളി സന്ദർശിക്കുകയുണ്ടായി. അന്ന് വളരെയധികം അദ്ദേഹത്തിന് സംതൃപ്തി ഏർപ്പെടുത്തുകയും ഇവിടെ നിന്ന് ഇടവകക്കാരുടെ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് സമർപ്പിച്ച മംഗളപത്രവും അതിന് അദ്ദേഹം കൊടുത്ത മറുപടിയും ഇന്നും ഇവിടെ അമൂല്യമായിട്ട് നമ്മുടെ പള്ളി ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പഴയ കാലത്തെ തിരുവസ്ത്രങ്ങൾ ഒരു വലിയ വളരെ മനോഹരമായിട്ടൊരു ശേഖരം പുത്തൻപീടിയ പള്ളിയിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പലപ്പോഴും അത് യൂസ് ചെയ്യുന്നില്ല. ഇതാണെങ്കിൽ ഈ സിറോ മലബാർ ക്രമത്തിൽ അതിൻ്റെ രൂപം മാറി ഇന്ന് ഈ കാപ്പ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം അതധികം ഉപയോഗിക്കുന്നില്ല. പഴയ കാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ കൂടുതൽ ലത്തീക്രമവുമായിട്ട് ബന്ധപ്പെട്ടാണ് പഴയ സുറിയാനി ക്രമങ്ങൾ ഉൾപ്പെട്ടിരുന്നത്. അന്ന് ഉപയോഗിച്ചിരുന്ന തിരുവസ്ത്രങ്ങൾ. പക്ഷെ ഇന്ന് തന്നെ അത് വളരെയധികം ഭാരമേറിയതും കൂടിയായിരുന്നു. പലപ്പോഴും ഇന്നത്തെ പല അച്ഛന്മാരും അത് ഉപയോഗിക്കാൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ അത് അത്രയധികം ഭാരിച്ചതായിരുന്നു. ഒരു കസവ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള അന്നത്തെ വസ്ത്രങ്ങൾ. പക്ഷേ ഇന്നും മനോഹരമായിട്ട് അല്പാൽപ്പം അതിന് കീഴടക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് ഇന്നും അമൂല്യമായിട്ട് നമ്മളിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ഓസ്തി ഇവിടെ തന്നെയാണ് നിർമ്മിച്ചിരുന്നത്. അന്നത് നിർമ്മിക്കാനായിട്ട് വളരെയധികം ശ്രമകരമായിട്ടൊരു ജോലി തന്നെയായിരുന്നു. നമ്മുടെ ദേവാലയത്തിനകത്തെ ശില്പഭംഗിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാന അൾത്താരയിലുള്ള എർത്താഴ് അതിൽ ചിത്രീകരിച്ച ജപമാല രഹസ്യങ്ങളാണ് അതിൽ ചിത്രീകരിച്ചത്. സന്തോഷകരമായ 5 രഹസ്യങ്ങളാണ് അതിൽ ഓരോ കളങ്ങളിലായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ നടുക്ക് വിശുദ്ധ അന്തോണീസിൻ്റെ മധ്യസ്ഥന വിശുദ്ധ അന്തോണീസിനെയും വെച്ചിട്ട് അതിന് ചുറ്റുപുറമായിട്ട് 5 രഹസ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് മഹത്വത്തിൻ്റെ അവസാനത്തെ രഹസ്യം അതായത് പരിശുദ്ധ കന്യകാമറിയത്ത് സ്വർഗ്ഗപുലോകങ്ങളുടെ രാജ്ഞിയെ അവതരിക്കുന്ന ഒരു ദൃശ്യം കൂടെ വെച്ചിട്ടാണ് അത് ചിത്രീകരിച്ചിട്ടുള്ളത്. അതുപോലെ കുറേ കാലത്ത് ഉപയോഗിച്ചിരുന്ന പ്രസംഗപീഠം ഇന്ന് അത് ഉപയോഗിക്കുന്നില്ലെങ്കിലും അന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. വാഴപ്പള്ളി ബിഷപ്പ് അദ്ദേഹം എത്താനാകുന്നതിന് മുമ്പ് അദ്ദേഹമാണ് ആദ്യമായിട്ട് അതിൽ നിന്ന് പ്രസംഗിച്ചിട്ടുള്ളത്. ഇന്നത്തെ പോലെ ഉച്ചഭാഷിണിയും ഒന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ, മൈക്കൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ദേവാലയത്തിന് നടുക്ക് അങ്ങനെയുള്ള പ്രസംഗപീഠങ്ങൾ പഴയ പല ദേവാലയങ്ങളിലുമുണ്ട്. ഇത് വളരെ മനോഹരമായിട്ടുള്ള കൊത്തുപണികളോടുകൂടിയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലെങ്ങനെയാണെങ്കിൽ 4 സുവിശേഷകന്മാരും അവരുടെ ചിഹ്നങ്ങളും അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടവകയിൽ ആദ്യകാലങ്ങളിൽ 4 തിരുനാളുകളുണ്ട്. അന്ന് എങ്ങനെയാണെങ്കിൽ ഒരു വർഷം ആരംഭിക്കുമ്പോൾ ജനുവരി 1-ാം തീയതി വിശുദ്ധ ഉണ്ണിമീശിഹായുടെ ദർശന തിരുനാൾ, അത് കഴിഞ്ഞാൽ ഫെബ്രുവരി 3-ാം തീയതി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ, അത് കഴിഞ്ഞാൽ മെയ് 23-ാം തീയതി വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ, അതിനുശേഷം നവംബർ 1-ാം തീയതി സകല വിശുദ്ധൻ്റെ തിരുനാൾ. അങ്ങനെ 4 തിരുനാളുകൾ വളരെ പ്രാധാന്യത്തോടുകൂടി ആഘോഷിച്ചു. ഇവിടുത്തെ പുത്തൻപീടികയിലെ അന്നത്തെ യുവജനങ്ങൾ വളരെയധികം അതിൽ താല്പര്യം കാണിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു തിരുനാൾ മതി എന്നവർ തീരുമാനിക്കുകയും ചെയ്തു. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് അന്ന് ഇവിടെ ചന്ത വളരെ വിപുലമായിട്ട് നടന്നിരുന്ന ചന്ത ഉണ്ടായിരുന്നു. അവിടുത്തെ കച്ചവടക്കാരെല്ലാം കൂടെ നടത്തിയിരുന്നതാണ് ചന്തം എന്ന പേരിൽ അപ്പുണ്ടായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇവിടുത്തെ യുവജനങ്ങൾ
നേതൃത്വം കൊടുത്ത് ഒരു നവോത്സരം ആഘോഷിക്കുകയും ചെയ്തു.